ഹലോ ഹായ് ഓൾ അസ്സാം വലൈക്കും. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായില്ലേ നമ്മളൊരു റെസിപ്പി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നത്. ഈ ഒരു റെസിപ്പി എൻ്റേതല്ല, എൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് നമ്മളെ ഉമ്മാനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ആക്കണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളെന്ന് നോക്കാം. ഇതിലേക്ക് കറക്റ്റായിട്ട് ഒരു 10 സവാളയാണ് വേണ്ടത്. പച്ചമുളക് അവരുടെ എരിവിനെ അനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ തക്കാളി ഒരു 6 എണ്ണം എടുക്കുക. പിന്നെ വെളുത്തുള്ളി 2 വലിയ ഉണ്ട എടുക്കുക. പിന്നെ കറക്റ്റായിട്ടുള്ള അളവൊക്കെയും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അതിലേക്ക് ഒരു അരമുറി തേങ്ങ നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് 1.5 കിലോ ബീഫിനാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് എടുക്കുക എല്ലാ സാധനങ്ങളും. പിന്നെ ആദ്യത്തെ നമ്മളെ പണിയെന്ന് പറയുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ നമുക്കൊന്ന് പൊരിച്ച് കോരണം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന 10 സവാള ഉണ്ടല്ലോ, അതല്ലാതെ 2 സവാള കൂടി എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ നല്ല സ്ലൈസായിട്ട് അതങ്ങ് പൊരിച്ച് മാറ്റി വയ്ക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് അണ്ടി മുന്തിരിയും കൂടി ചേർത്തിട്ട് അതൊന്ന് വറുത്ത് കോരി വയ്ക്കുക. അങ്ങനെ നമ്മുടെ അണ്ടി മുന്തിരി സവാള കറിവേപ്പിലൊക്കെയും വറുത്ത് കോരിയിട്ടുണ്ട്. അങ്ങനെ അതിന് ശേഷം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി നമ്മൾ തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് മസാല ഐറ്റംസ്, അതൊക്കെ പൊടിച്ചതും കൂടി ചേർക്കുക. ഈ ഒരു സമയത്ത് ഈ ഒരു ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി കൈകൊണ്ട് വേണം മിക്സാക്കി കൊടുക്കാൻ. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള സവാള കൂടി ചേർക്കുക. വളരെ നേരിയ രീതിയിൽ അരിയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയിൽ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കുക. കൈകൊണ്ടുള്ള ഈ ഒരു മിക്സാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ചേർക്കിപ്പോൾ ഡൗട്ട് ഉണ്ടാവും, എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നാകെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ പോരെ എന്നുള്ളത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഉമ്മ ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അവസാനം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ബിരിയാണി ഇല ചേർക്കുക. ഇതിനെ കേരളത്തിൽ എനിക്കൊന്ന് രമ്പയില എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു പിടി മല്ലിച്ചപ്പും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പുതിനയിലയും കൂടി ചേർക്കുക. പക്ഷേ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മളത് ചേർത്തിട്ടില്ല. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി മിക്സാക്കി കൊടുക്കുക. ഈ കൈകൊണ്ടുള്ള ഈ മിക്സാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചെയ്യുക. അവസാനം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടി പോവരുത്, കാരണം ഇതിലേക്ക് നമുക്ക് പിന്നീട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ ആ ഒരു മിക്സ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഈ കുക്കർ അടച്ചിട്ട് നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ കുക്കറിൻ്റെ വിസിലെന്ന് പറയുന്നത് ഓരോരുത്തരുടെ കുക്കറുടെ അവരവർക്കറിയാം നമ്മളെ ബീഫൊക്കെ എത്ര വിസിലടിക്കുമ്പോഴാണ് വേവുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ബീഫ് നന്നായിട്ട് വേവുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് ഇതൊന്നുകൂടി തുറന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് 10 വിസിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വേവ് കൂടി ബാക്കി ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമ്മളിത് തുറന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ തേങ്ങയും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒറ്റ വിസിലടിയിക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഒരു സമയത്തല്ലേ നമ്മൾ തുറക്കുമ്പോൾ ഇറച്ചി വെന്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിലേക്ക് പിന്നെ ഇനി അടച്ച് വിസിലിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിലേക്ക് ആ ഒരു തേങ്ങ അരച്ചതിൻ്റെ ആ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചാൽ മതിയാവും. പക്ഷേ നമ്മൾ ഇറച്ചി വേവാത്തത് കൊണ്ടാണ് നമ്മളൊന്നുകൂടി അത് വിസിലിടിപ്പിച്ചിട്ട് വേവിച്ചത്. ഇനി നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ബിരിയാണി റൈസ് ഉണ്ടാക്കണം. നമ്മൾ സാധാരണ ബിരിയാണി റൈസ് ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചേർക്കുന്നത് ഈ ഒരു റോസ് വാട്ടർ 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളത്തിലേക്ക്. ഇതിപ്പോൾ 1.5 കിലോ അരിയുടെ അളവിലാണ് നമ്മൾ റൈസും തയ്യാറാക്കുന്നത്, ഇറച്ചിയുടെ ആ സെയിം അളവിൽ തന്നെ. പിന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ബിരിയാണിയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള ആ ഒരു അളവിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ 1.5 നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ വെള്ളമൊക്കെ നന്നായി വെട്ടിത്തിളച്ചു. ഈ ഒരു സമയത്ത് കഴുകി മാറ്റി വെച്ചിട്ടുള്ള റൈസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മളെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയുടെ മിക്സ്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക്
നമ്മുടെ ഈ ഒരു ബിരിയാണിയുടെ മസാല കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉള്ളി പൊരിച്ചതും അതേപോലെ തന്നെ ഈ ഒരു മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇല്ല, ഞാൻ ഗ്രേവി ഉണ്ടാക്കിയ ആ ഒരു സമയത്ത്, മസാല ഉണ്ടാക്കിയ ആ ഒരു സമയത്ത് അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ റൈസും അതേപോലെ തന്നെ മസാലകളും അങ്ങനെ ഓരോരോ ഇതായിട്ട് നമ്മൾ തട്ടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. പിന്നെ ദമ്മിടുമ്പോൾ മാത്രമാണല്ലോ നമ്മൾ ഏറ്റവും താഴേക്ക് മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇടുന്നത്. ഇതിപ്പോൾ നമ്മൾ ദമ്മിടുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ചെയ്തിട്ട് ഇത് അടച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു അടുപ്പിലേക്ക് ഒന്നുകൂടി കയറ്റി വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് അടച്ചിട്ട് ഇതിൻ്റെ ആവിയൊന്നും പോവാതെ നമ്മൾ വെക്കുന്നത് മാത്രമാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഉണ്ടാവേണ്ടത് സവാള വറുത്തതിൻ്റെ ആ ഒരു കൂട്ടാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആയിട്ടും ചെയ്ത് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വ്യത്യസ്തമായ രുചിയായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക്. അങ്ങനെ നമ്മൾ അരമണിക്കൂർ നേരത്തേക്ക് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അടുപ്പിൽ. അതിൽ തീയൊന്നും ഇല്ല കേട്ടോ. അത് വെറുതെ ഇങ്ങനെ നമ്മൾ ആ ഒരു ചൂടിൽ കയറ്റി വെച്ചത് മാത്രമാണ്. അടുപ്പിൻ്റെ ചൂടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളെ വീഡിയോയിലൊക്കെ കഴിക്കുന്ന ആൾ തന്നെ ഉണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ആൾക്കാണ് ഞാനിത് വിളമ്പി കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ബിരിയാണിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതുവരെയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണല്ലോ നമ്മളെ കൂടുതൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. പിന്നെ നമുക്ക് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും കിട്ടുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരും ഇനിയും നമ്മുടെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ കഴിച്ച ആൾ അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.